ഇന്റലിജൻസ് നമുക്ക് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോ ആണ്. നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു പിങ്കിന്റെ ഷെയ്ഡാട്ടോ. ഇത് സെമി ലിനൻ ആണ് ഫാബ്രിക് വരുന്നത്. ഇത് വാഷ് ചെയ്ത് വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പുതിയതിൻ്റെതായ അങ്ങനെ ഭയങ്കര ഒരു ഗ്ലേസിങ്ങോ കാര്യങ്ങളോ വരത്തില്ല. ചെറുതായിട്ട് സ്റ്റാർച്ച് മുക്കിയിട്ടുണ്ട്. നിങ്ങളും വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആവും. അത് കഴിഞ്ഞിട്ട് ശകലം ഒന്ന് സ്റ്റാർച്ച് മുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മോഡൽ ഇഷ്ടമുള്ളവരുണ്ട്. ഈ ഒരു ലിനൻ പാറ്റേണിൽ കുറച്ച് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന സൈസ് ഫാബ്രിക് ഇഷ്ടമുള്ളവർക്ക് ഇതെടുക്കാം. നല്ല ലെങ്ത് കിട്ടും. കളറൊന്നല്ല, 2 ഷെയ്ഡ്സേ ഉള്ളൂ. ഈ നല്ലൊരു പിങ്കിന്റെ ഷെയ്ഡും പിന്നെ ഒരു ഡസ്റ്റി ബ്ലൂവിന്റെ ഷെയ്ഡുമാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത്. ഡിസൈൻ ഈ ഒരു യോക്ക് കവർ ചെയ്യുന്ന രീതിയില്ല. യോക്ക് ആക്കണ്ടെന്നുണ്ടെങ്കിൽ താഴെയാക്കി തയ്ക്കാം. അതും നല്ലതായിരിക്കും കേട്ടോ. കാരണം നല്ല അത്യാവശ്യം നല്ല വീതിയായിട്ട് തന്നെ ഈ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു സെൻറ്ററിൽ മുട്ട് തൊട്ട് താഴെയുള്ള ആ ഒരു ഡിസൈൻ പോലെ താഴത്തോട്ട് തയ്ച്ചാലും കിടക്കും. നല്ല രസമായിട്ട് കിടക്കുന്ന ഒരു മോഡലാണ് കേട്ടോ. അപ്പം മെറ്റീരിയൽ ശ്രദ്ധിച്ചോണം, ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക് ആണ്. അപ്പോൾ അത് ഓക്കെ ആയിട്ടുള്ളവർ എടുക്കണം കേട്ടോ. ഇത് സ്റ്റാർച്ച് മുക്കി വേണം, കുറച്ചൊരു സ്റ്റിഫ്നെസ് വേണമെങ്കിൽ ഒന്ന് സ്റ്റാർച്ച് മുക്കി എടുക്കണം. ബോട്ടം വരുന്ന കോട്ടൺ ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ദുപ്പട്ടയും ഈ പറഞ്ഞ പോലെ സെയിം ഫാബ്രിക്കാണ്. ഭയങ്കര ഒതുങ്ങി കിടക്കുന്ന സൈസ് മെറ്റീരിയൽ. ചക്കലം സ്റ്റാർച്ച് മുക്കിയിട്ടാണ് ഇതിൽ ഇങ്ങനെ കിടക്കുന്നത്. നമ്മൾ വാഷ് ചെയ്യുമ്പോൾ എന്തായാലും ഭയങ്കര ഇങ്ങനെ ഒതുങ്ങിയ പോലെ ഫീൽ ചെയ്യും. അപ്പം അത് നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ ഓക്കെ ആവും. ഇതുപോലെ അങ്ങ് ഇതായിക്കോളൂ. ചക്കലം സ്റ്റാർച്ച് മുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ദുപ്പട്ടയ്ക്കും ടോപ്പിനും ഒക്കെ നല്ല ലെങ്ത് ഉണ്ട്. പിന്നെ നമ്പർ T286, റേറ്റ് 890. നെക്സ്റ്റ് വരുന്നത് ഞാൻ മുമ്പേ പറഞ്ഞത് ഡസ്റ്റി ബ്ലൂ എന്നല്ലേ, പക്ഷെ ശരിക്കും ബ്ലൂ അല്ല കേട്ടോ. കുറച്ച് ഗ്രീൻ്റെ ടോണാണ്. അത് ഗ്രേ മിക്സ് ആയിട്ടുള്ള ഗ്രീൻ ടോൺ. കുറച്ച് ഇതിനകത്ത് എനിക്കൊന്ന് തെളിച്ച കൂടുതൽ കാണിക്കുന്നുണ്ട്. കുറച്ചൊരു ഡസ്റ്റി കളറാട്ടോ. ഇങ്ങനെ മങ്ങിയ സൈസ് ഷെയ്ഡാണ് ഇതിന് വരുന്നത്. അപ്പോൾ ആ ഒരു ചുളുക്കം പോലെ വരുന്ന ഞാൻ പറഞ്ഞ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ടാണ്. ഡെയിലി യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. മെറ്റീരിയലിന് ആ ഒരു ലിനൻ ലുക്കാണ് കേട്ടോ. സ്റ്റാർച്ച് മുക്കി ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിടക്കും. നല്ല ലെങ്ത് ഉള്ള ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതിലും ആ സെയിം ഡിസൈൻ തന്നെ. യോക്ക് ഇത്രയും നല്ല വീതിയായിട്ട്, അതിപ്പം താഴേക്ക് തയ്ച്ചാൽ ഇച്ചിരി നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. നല്ല ലെങ്ത്തും കിട്ടും. ബോട്ടം വരുന്ന കോട്ടൺ ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് T285, റേറ്റ് 890, 890.